പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ തിരുലിഖിതം. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഒരു ഗോപുരമാണ്, നീതിമാൻ അതിലോടിക്കയറി സുരക്ഷിതനായി കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സെഹിയോൻ ധ്യാന കേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വട്ടായിലച്ചന്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ട തിരുവചനം ഇപ്രകാരമാണ്: കർത്താവിന്റെ നാമമെന്ന് പറയുന്നത് ബലിഷ്ഠമായ ഒരു ഗോപുരം പോലെയാണ്. നീതിമാൻ ആ ഗോപുരത്തിന്റെ മുകളിൽ സുരക്ഷിതനായിരിക്കുന്നു. എന്താണ് ഈ വചനത്തിന്റെ അർത്ഥം? കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന, കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതൽ ഗോപുരത്തിന് മുകളിൽ സുരക്ഷിതനായിരിക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ് എന്നാണ് ആ വചനം നൽകുന്നതിന്റെ സൂചന. ഈ വചനം ശരിക്കും മനസ്സിലാക്കാൻ ഈ കഴിഞ്ഞ നാളുകളിൽ ഇവിടെ വന്ന ഒരു അനുഭവ സാക്ഷ്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ആ വ്യക്തിയുടെ തന്നെ വാക്കുകളിൽ ഇത് വായിക്കാം. കണ്ണൂരിൽ നിന്നുമാണ് ഈ കത്ത് എഴുതുന്നത്. ഞാൻ CSI കുടുംബത്തിലെ ഒരു അംഗമാണ്. ദൈവകൃപയാൽ +2 പാസ്സായി തുടർ പഠനത്തിനായി കാത്തു നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ് ഞാൻ. 2 വർഷത്തിലധികമായി എനിക്ക് ശരീരത്തിൽ ആകെ കറുത്തതും വെളുത്തതുമായ പാടുകളുണ്ടായിരുന്നു. കുറച്ച് സമയം വെയിൽ കൊണ്ടാൽ തന്നെ അത് ചുവന്നു പൊട്ടുന്ന രീതിയിലാകുമായിരുന്നു. ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു. ചിലർ പൊടുതലയ്ക്കുള്ള മരുന്ന് നൽകി, മറ്റു ചില ഡോക്ടേഴ്സ് താരനുള്ള മരുന്ന് തന്നു. ഒരുപാട് മരുന്ന് കഴിച്ചു, കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. അവസാനം മികച്ച ഒരു ഡെർമറ്റോളജിസ്റ്റിനെ സമീപിച്ച് അദ്ദേഹം ബയോപ്സി ചെയ്യണമെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടണമെന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾ കുടുംബസമേതം ഇവിടെ വന്ന് ധ്യാനത്തിൽ പങ്കുചേർന്ന്. അന്ന് അച്ഛൻ രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എൻ്റെ കാര്യം കൂടി ഒന്ന് കേൾക്കണമേ എന്ന് യേശുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അച്ഛൻ ദൈവം നൽകിയ രോഗശാന്തികൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എൻ്റേത് പറഞ്ഞില്ലല്ലോ എന്നോർത്ത് ഞാൻ ഒരുപാട് കരഞ്ഞു, നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് പരിശോധിച്ചിട്ട് പറഞ്ഞു, അതിന് ബയോപ്സി ചെയ്യാനായിട്ടൊന്നും ഇല്ലല്ലോ, രോഗം വന്നു പോയതിൻ്റെ ചില കലകൾ മാത്രമേ ശരീരത്തിലുള്ളൂ എന്ന്. 2-3 ഡോക്ടേഴ്സ് മാറി മാറി നോക്കിയിട്ടും രോഗലക്ഷണം ഒന്നും കണ്ടിട്ടില്ല. പിന്നെ ഇന്നേ വരെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ തൊലി സാധാരണ ആൾക്കാരുടെ ശരീരത്തെ തൊലി പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട, രോഗം വന്നു പോയതിന്റെ പാട് മാത്രമേ ഒരു ശരീരത്തിൽ ഉള്ളൂ എന്ന്. ഇതാണ് സുഭാഷിതങ്ങൾ 18:10 കർത്താവ് വെളിപ്പെടുത്തിയത്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ, യേശുവിനെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവൻ ഗോപുരത്തിന് മുകളിലിരിക്കുന്ന സുരക്ഷിതനായ ഒരു ദൈവ പൈതലിനെ പോലെയാണെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഈ വചന ശുശ്രൂഷയിൽ പ്രവേശിക്കുമ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് അല്ലെങ്കിൽ എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങൾ കർത്താവിൻ സ്ഥലം ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഈ വചന ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം ഒരു മനസ്സോടെ, ഒരാത്മാവോടെ, ഒരേ ഹൃദയത്തോടെ ഈ കൂട്ടായ്മയോട് ചേർന്ന്, സെഹിയോൻ കൂട്ടായ്മയോട് ചേർന്ന്, സേവർക്കൻ വട്ടാലിസിനോട് ചേർന്ന്, ഈ സെഹിയോന്റെ അഭിഷേകത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ കർത്താവായ ദൈവമേ, അവിടുത്തെ നാമത്തിന്റെ ഒരു അത്ഭുത ശക്തി ഇപ്പോൾ ഞങ്ങൾ സമൂഹത്തിലേക്ക് വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഇപ്പോൾ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിയുടെ ശരീരത്തിലും പ്രകടമായ അടയാളങ്ങൾ കൊടുക്കണമേ. ആത്മാവിലേക്ക് അഭിഷേകം പകർന്നു കൊടുക്കണമേ. മനസ്സിലേക്ക് ആനന്ദം പകർന്നു കൊടുക്കണമേ. വിടുതലിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഈ സമൂഹത്തിൽ ഇപ്പൊ വ്യാപരിക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധാത്മാവേ, ആരാധന. മടുപ്പ് വിട്ടുപോകട്ടെ, ക്ഷീണം വിട്ടുപോകട്ടെ, ഭാരം വിട്ടുപോകട്ടെ, അവിശ്വാസം വിട്ടുപോകട്ടെ. ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ ദൈവമേ, ഈ ശുശ്രൂഷയുടെ പരാജയം പകരം നിലയുറപ്പിച്ചിരിക്കുന്ന എല്ലാ അന്ധകാര സൈന്യങ്ങളെ ശാസിച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അത്ഭുത
പരിശുദ്ധാത്മാഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. വചനത്തിന്റെ അമ്മയായ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിലെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം നന്മ ചെയ്ത് ചെറുത്തു നിൽക്കുക എന്നതിനെ കുറിച്ചാണ്. നന്മ ചെയ്ത് പിടിച്ചു നിൽക്കുക, നന്മ ചെയ്ത് ചെറുത്തു നിൽക്കുക. പറയാ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹെബ്രായ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 4-5 തിരുവചനങ്ങൾ. ഹെബ്രായ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 4-5 തിരുവചനങ്ങൾ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും പരിശുദ്ധാത്മാവിൽ പങ്കുകാരാവുകയും ദൈവവചനത്തിന്റെ നന്മയും വരാനിരിക്കുന്ന യുഗത്തിന്റെ ശക്തിയും രുചിച്ചറിയുകയും ചെയ്തവർ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായ ലേഖനത്തിൽ ഗ്രന്ഥകർത്താവ് വെളിപ്പെടുത്തുകയാണ്, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനവും വരാനിരിക്കുന്ന യുഗത്തിന്റെ നന്മയും ദൈവവചനത്തിന്റെ നന്മയും അനുഭവിച്ചറിഞ്ഞിട്ട് ഒരു വ്യക്തി വീണ്ടും തകർന്നു പോയാൽ ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരിക വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. പുനരാനയിക്കാൻ സാധ്യമല്ല എന്നാണ് പൗലോസ്ലീഹ വചനത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. പറയാ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ അർത്ഥം? ഒരിക്കൽ പ്രകാശം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ സൂചന? യേശുക്രിസ്തുവാണ് ഈ ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. അപ്പൊ പ്രകാശം ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഭവിക്കുക, യേശുവിനെ സ്വന്തമാക്കുക, യേശുവിന്റെ വചനപ്രകാരം ജീവിക്കാൻ തുടങ്ങുക, യേശു പറഞ്ഞിരിക്കുന്ന നിത്യസത്യങ്ങളെ കുറിച്ച് ബോധ്യഹൃദയത്തിൽ സൂക്ഷിക്കുക, പാപം ഉപേക്ഷിക്കുക, വിശുദ്ധി ജീവിക്കുക. അതാണ് യേശുവിന്റെ പ്രകാശം അനുഭവിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രത്യേകത. യേശുക്രിസ്തു തന്നെ യോഹന്നാൻ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം യേശു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. തന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തോട് അടുക്കുമ്പോൾ യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ചൈതന്യം മുഴുവൻ സ്വീകരിച്ച വ്യക്തി യേശുവാകുന്ന പ്രകാശത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൃപയെ നിറഞ്ഞ് ജീവിച്ച ഒരു വ്യക്തി വീണ്ടും പാപത്തിലേക്ക് തകർന്നാൽ അവിടെ നിന്ന് കയറി പോകാൻ അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്താണ് കാരണം? കാരണം നമ്മളൊരു ഗോപുരത്തിന് മുകളിലേക്ക് കയറുന്നത് പോലെ ആത്മീയ ജീവിതത്തിൽ പടിവെച്ച് 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 ഉയർന്ന ശേഷം പിന്നെ താഴേക്ക് വീണാൽ ആ വീഴ്ചയുടെ ആഘാതം കൂടുതലാണ്. 2 സ്റ്റെപ്പിൽ കയറിയിട്ട് താഴേക്ക് വീണതും ഒരു 25 സ്റ്റെപ്പിൽ നിന്ന് താഴേക്ക് വീണതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആത്മീയ ജീവിതം പടുത്തുയർത്താൻ ശ്രമിക്കുന്ന ദൈവ പൈതൽ നല്ല ജാഗ്രതയോടെ വർദ്ധിക്കണമെന്ന് വചനത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടങ്ങളിൽ അനേക പേര് വചനം കേൾക്കുന്നുണ്ട്, അനേക പേര് ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. എന്നാൽ കുറെ നാളുകൾ കഴിയുമ്പോൾ ചളുക്കോ പുളുക്കോ എന്ന് പറഞ്ഞ് പഴയ അവസ്ഥയിലേക്ക് വീണ് പോകുന്ന അനേകരെ കാണുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം വളരെ അപകടകരമായ ചില വസ്തുതകളാണ് സ്ലീഹന്മാർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പത്രോസ് ലേഖനം 2 പത്രോസ് 2:20-21 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. ഹെബ്രായ ലേഖനത്തിൽ ശ്ലീഹ വെളിപ്പെടുത്തിയ അതേ കാര്യം തന്നെ പത്രോസ് ശ്ലീഹ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ആത്മീയ കൃപയിൽ അഭിഷേകത്തിലേക്ക് വന്നിട്ട് വീണ്ടും വീണു പോയാൽ ആ വ്യക്തി ആദ്യത്തെ പാപത്തിന്റെ അവസ്ഥയിൽ ആയിരുന്നതിനേക്കാൾ 10,000 മടങ്ങ് മ്ലേച്ഛമായ അവസ്ഥയിലേക്കാണ് വീഴുന്നത് എന്നാണ് ശ്ലീഹ വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവവചനം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്താൻ കാരണം?
നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു വ്യക്തി ധ്യാനം കൂടി മദ്യപാനം നിർത്തി വിചാരിക്കുക. അങ്ങനെ നിർത്തി വ്യക്തി കുറച്ചു നാൾ കഴിഞ്ഞ് വീണ്ടും മദ്യപാനം ആരംഭിക്കുന്ന വ്യക്തി ആദ്യത്തിനേക്കാൾ കഠിനമായ മദ്യപാനത്തിലേക്ക് പോകുന്നത് പലപ്പോഴും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ സംഭവിക്കാൻ കാരണം? വചനപ്രകാരം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനൊരു കാരണം ഈശോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണുന്നത് മത്തായിയുടെ സുവിശേഷത്തിലാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായത്തിന്റെ മത്തായി 12:43-45 തിരുവചനങ്ങൾ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു, എന്നാൽ കണ്ടെത്തുന്നില്ല. അപ്പോൾ അത് പറയുന്നു, ഞാൻ ഇറങ്ങിപ്പോകുന്ന എന്റെ ഭവനത്തിലേക്ക് തിരിച്ചു ചെല്ലും. അത് മടങ്ങി വരുമ്പോൾ ആ സ്ഥലം ആളൊഴിഞ്ഞും അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടും കാണുന്നു. അപ്പോൾ അത് പുറപ്പെട്ടു ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 ആത്മാക്കളെ കൂടി തന്നോടൊത്ത് കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു. അങ്ങനെ ആ മനുഷ്യന്റെ അവസാനത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ ശോചനീയമായി തീരുന്നു. ഇതാണ് സ്ത്രീകന്മാര് പറഞ്ഞു വെച്ചത്. ഒരു വ്യക്തി ആത്മീയ കാര്യങ്ങൾ അനുഭവിച്ചറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ച് കൃപയുടെ ജീവിതം നയിച്ചിട്ട് വീണ്ടും വീണുപോയാൽ പണ്ടുണ്ടായതിനേക്കാൾ ഒരു മ്ലേച്ഛമായ അവസ്ഥയിലേക്കാണ് അധിപതിക്കുന്നത്. എന്താണ് കാരണം? യേശുക്രിസ്തു അതിന് കാരണം ഇവിടെ പറഞ്ഞു വെച്ചു. പ്രിയപ്പെട്ട ദൈവപൈതലേ, നമ്മളൊരു ആത്മീയ ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ നമ്മളിൽ നിന്ന് പലതരത്തിലുള്ള തിന്മയുടെ അരൂപികളും തിന്മയുടെ ബന്ധനങ്ങൾ വിട്ടുപോകുന്നുണ്ട്. അങ്ങനെ വിട്ടുപോകുന്ന ഒരു തിന്മയുടെ അരൂപി എവിടെയെങ്കിലും ഒക്കെ സ്ഥലം അന്വേഷിച്ച് നടക്കും. എവിടെയും സ്ഥലം കിട്ടാതെ വരുമ്പോൾ അതിങ്ങനെ ആത്മഹത്യ ചെയ്യും. ഞാൻ ഇറങ്ങിപ്പോയ സ്ഥലം വരെ ഒന്ന് പോയി നോക്കട്ടെ. ചെന്ന് നോക്കുമ്പോൾ എന്താണ് സ്ഥിതി? ഇതാ ആ ഹൃദയം മുഴുവൻ അടിച്ചു വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. അവിടെ അടിച്ചു വൃത്തിയാക്കിയിട്ടിരിക്കുന്നു. അവിടെ നിറയപ്പെടേണ്ട എന്തോ ഒന്നും നിറയപ്പെട്ടിട്ടില്ല. ഒരു ശൂന്യത അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അടിച്ച് വിശാലമാക്കി വലിയ ഷോറൂം പോലെ കിട്ടിയിരിക്കുകയാണെന്ന് കരുതിക്കും. അപ്പോൾ ആ തിന്മയുടെ ആത്മാവ് ഇങ്ങനെ ആത്മഹത്യം ചെയ്യും. ഞാൻ പോയി ബാക്കി 7 എണ്ണത്തെ കൂടെ കൂട്ടി തിരിച്ചു വന്ന് അതിനകത്ത് വാസമുറപ്പിക്കും. അപ്പൊ എന്താകും സ്ഥിതി? ആദ്യത്തിനേക്കാൾ ശോചനീയമായ ഒരവസ്ഥ ജീവിതത്തിലേക്ക് വരും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, കഥയെന്ന് പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ സത്യമുണ്ട്. ഒരു വ്യക്തി ആത്മീയതയിൽ പടിപടി വളരുമ്പോൾ, ഒരു ആത്മീയ കാര്യത്തിന് ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ സാത്താൻ പല വിധത്തിൽ കെണി ഒരുക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, വീണ്ടും അവയിൽ കുരുങ്ങുക. സാത്താൻ ചില കുരുക്ക്, ചില കെണികൾ ഒരുക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്റെ പരസ്യ ജീവിതത്തിന് വേണ്ടി 40 ദിനരാത്രങ്ങൾ ഉപവസിച്ച് ആത്മീയമായ അഭിഷേകത്തിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ ഉയർന്നു വരുമ്പോൾ എന്താണ് ചെയ്തത്? സാത്താൻ അത് തകർക്കാനുള്ള കെണികൾ ഒരുക്കി. എന്നാൽ യേശുക്രിസ്തു അതിനെല്ലാം പരാജയപ്പെടുത്തി മുമ്പോട്ട് പോയി. പ്രിയപ്പെട്ട ദൈവപൈതലേ, അതുകൊണ്ട് നീ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാത്താൻ ഒരുക്കുന്ന കെണികളെ കുറിച്ച്, നിന്നെ പണ്ടത്തേതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് വലിച്ചെടുക്കാനുള്ള പിശാചിന്റെ തന്ത്രങ്ങളെ കുറിച്ച് നല്ലൊരു തിരിച്ചറിവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരരെ, സ്ത്രീകന്മാര് ഇതിനെക്കുറിച്ച് വളരെ ജാഗ്രതയോടെ വർത്തിക്കണമെന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്. 1 പത്രോസ് 5:8 ശ്രീക വെളിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവേൻ. അതാണ് വിട്ടുപോകുന്ന ഒരു തിന്മയുടെ അരൂപി ഇനി ആരെയാണ് വിഴുങ്ങാൻ നോക്കി നടക്കുന്നുണ്ട്. അതുകൊണ്ട് നീ വിശ്വാസത്തിൽ ഉയർച്ചു നിന്നുകൊണ്ട് അതിനെ എതിർക്കണം, തിന്മയെ ചെറുത്തു നിൽക്കണം. ഇതാണ് യാക്കോബ് ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ പിശാചിനെ ചെറുത്തു നിൽക്കുവേൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. പിശാചിനെ ചെറുത്തു നിൽക്കാൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. അതുകൊണ്ട് നമ്മളെ വീണ്ടും കീഴ്പ്പെടുത്താൻ അടുത്തടുത്ത് വരുന്ന പിശാചിനെ ചെറുത്തു നിൽക്കാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ വീണ്ടും വീണുപോകാൻ സാധ്യതയുണ്ടെന്നാണ് പരിശുദ്ധാത്മാവ് വചനങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. ഇതേ കാര്യം തന്നെ എഫേസ്യർക്ക് ലേഖനത്തിൽ 6-ാമത്തെ അധ്യായത്തിന്റെ 11-12 തിരുവചനങ്ങളിൽ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യോസ് 6:11-12
സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവേൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു നിരന്തരമായ യുദ്ധത്തിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയതയെ വളരണമോ ഈ ലോകത്തിന്റെ ആത്മാവിനോട് നീ പൊരുതണം. നിനക്ക് കൃപയിൽ വളരണമോ പിശാചിനെ തെറുത്തു നിൽക്കണം. നിനക്ക് പാപത്തെ അതിജീവിക്കണമോ നീ തിന്മയെ കീഴ്പ്പെടുത്തി അഭിഷേകത്തിൽ ഉയരണം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹൃദയം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോ വീണ്ടും നമ്മളെ കീഴ്പ്പെടുത്താൻ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഈ തിന്മയെ എങ്ങനെയാണ് ചേർത്ത് നിൽക്കാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് പിശാച് ചേർത്ത് നിൽക്കുന്നത്? 2 പടക്കം പൊട്ടിച്ച പിശാച് പോവോ? 2 കഥന പൊട്ടിച്ച പിശാച് പോവോ? ഒരു തോക്ക് കാണിച്ച പിശാച് പോവോ? പിശാചിനെ ചേർത്ത് നിൽക്കാൻ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 13-20. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ആത്മീയത വളരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് നൽകിയ ഒരുപാട് ആത്മീയ ആയുധങ്ങളുണ്ട്. വചന വായന, ജപമാല, കുരിശിന്റെ വഴി, കൂദാശ സ്വീകരണം, കുമ്പസാരം, ഇതെല്ലാം അനുവർത്തിക്കുന്നുണ്ട്. കൂടെ നീ ഒരു കാര്യവും കൂടെ ചെയ്യണം. അതായത് എല്ലാ കർത്തവ്യങ്ങളും അനുഷ്ഠിക്കുക കൂടി ചെയ്താലേ നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. എല്ലാ കർത്തവ്യങ്ങളും അനുഷ്ഠിക്കുന്നവന് സാത്താനെ ചേർത്ത് നിൽക്കാൻ കഴിയും, പിടിച്ചു നിൽക്കാൻ കഴിയും. അതിനെക്കുറിച്ച് കുറച്ചുകൂടി വെളിപ്പെടുത്തൽ എഫേസ്യ ലേഖനത്തിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 27-20 സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. സാത്താന് നിങ്ങൾ അവസരങ്ങൾ കൊടുക്കരുത്. അവസരം കൊടുക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? ദൈവം നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യങ്ങൾ മുഴുവൻ നിറവേറ്റിയാൽ സാത്താന് നിന്നെ മേൽ അവസരം കിട്ടിയില്ല. അതാണ് തുറന്ന വാക്യം കാണുന്നത്. 22-ാമത്തെ വാക്യം, മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കുവാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി മോഷണം നിർത്തി എന്നതുകൊണ്ട് അയാൾ രക്ഷപ്പെടാൻ നിർബന്ധമില്ല. അയാളെ വീണ്ടും തിന്മ പ്രലോഭിപ്പിക്കാൻ സാധ്യതയുണ്ട്. പകരം നീ എന്ത് ചെയ്യണം? നീ ചെയ്യേണ്ട കർത്തവ്യം ചെയ്യണം. എന്താ ചെയ്യേണ്ട കർത്തവ്യം? നീ മോഷ്ടിക്കാതിരിക്കുക മാത്രമല്ല, മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? മറ്റുള്ളവർക്ക് എന്തെങ്കിലും പങ്കുവെച്ച് കൊടുക്കാൻ നിനക്ക് ലഭിക്കാൻ വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായി ജോലി ചെയ്യണം. ഇല്ലെങ്കിൽ നീ വീണ്ടും പഴയ മോഷണത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതോ അത് കഴിഞ്ഞ കാലങ്ങളിൽ മോഷ്ടിക്കാതിരുന്നും കൂടെ മോഷ്ടിക്കാൻ തക്ക വിധം തിന്മ നിന്നെ പ്രലോഭിക്കാൻ സാധ്യതയുണ്ട്. അതാണ് അടുത്ത വാക്യം, നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തിക്ക് കുറ്റം പറഞ്ഞ ശീലം ഉണ്ടായിരുന്നു, നുണ പറഞ്ഞ ശീലം ഉണ്ടായിരുന്നു, തെറി പറഞ്ഞ ശീലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അശുദ്ധ വാക്കുകൾ പറഞ്ഞ അശ്ലീല സംഭാഷണം ശീലം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നെങ്കിൽ അത് അവസാനിപ്പിച്ചു എന്നതിന് മാത്രം പിടിച്ചേക്കാൻ പറ്റിയല്ല, വീണ്ടും തിന്മയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ വീണ്ടും അതിനെ പഠിപ്പിക്കുകയാണ്, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി ആ വ്യക്തി നല്ല കാര്യങ്ങൾ സന്ദർഭം അനുസരിച്ച് സംസാരിക്കണം. എന്ന് പറഞ്ഞാൽ തിന്മ വിട്ടൊഴിഞ്ഞു പോകുന്ന ഹൃദയത്തിലേക്ക് നന്മയുടെ ഫലങ്ങൾ നിറയ്ക്കുന്നവനാണ് പിന്നെയും നമ്മളെ പ്രലോഭിക്കാൻ വരുന്ന തിന്മയോട് ചേർത്ത് നിൽക്കാൻ കഴിയുള്ളൂ. അതാണ് പാപം ഉപേക്ഷിച്ച ഹൃദയത്തിലേക്ക് നന്മയുടെ വിത്ത് നിറച്ച്, നന്മ നിറച്ച് ചേർത്ത് നിൽക്കുക. വീണ്ടും അതിനെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, സകല വിദ്വേഷവും ശോഭവും ക്രോധവും അട്ടഹാസവും ദൂഷണവും എല്ലാ തിന്മകളോടും കൂടെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാർത്ഥരുടെ പെരുമാറുവരും. എന്ന് പറഞ്ഞ പാപം ഉപേക്ഷിച്ചിട്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും നന്മയും ഹൃദയത്തിൽ നിറയുന്നില്ലെങ്കിൽ സാത്താന് വീണ്ടും അവസരം കിട്ടും. അവൻ ആരെ വിഴുങ്ങണ്ടു എന്നുള്ള ഭാവത്തിൽ നിന്റെ ഹൃദയത്തിനടുത്തേക്ക് വീണ്ടും വരുമ്പോൾ, നീ നന്മയില്ലാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അത്യാവശ്യം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ദൈവാഗ്രഹം നന്മ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ തിന്മ നിന്നെ വീണ്ടും പിടികൂടും. നിന്റെ അപ്പോഴത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ കഷ്ടമാകും. എന്നാൽ സാത്താൻ നിന്നെ വീണ്ടും പീഡിപ്പിക്കാൻ വരുമ്പോൾ നിന്റെ ഉള്ളിൽ നന്മയുടെ വിത്ത് കൊണ്ടാൽ അവനെ പരിസരത്ത് നിൽക്കാൻ പറ്റില്ല എന്നാണ് പരിശുദ്ധാത്മ വചനങ്ങൾ വെളിപ്പെടുത്തുന്നത്.
അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് എന്താണ് പറഞ്ഞത്? അപ്പോസ്തലന്മാർ പറഞ്ഞത്, നിങ്ങൾ ജാഗരൂകതയോടെ ഇരിക്കുവിൻ, സാത്താൻ അവസരം കൊടുക്കരുത്. ഒരിക്കലും ഒഴിഞ്ഞുപോയ തിന്മയ്ക്ക് പിന്നീട് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുന്ന അവസരം കൊടുക്കാതിരിക്കണമെങ്കിൽ പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ നന്മ ചെയ്തുകൊണ്ട് ചേർത്ത് നിൽക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും കർത്താവിന് സന്നിധിയിൽ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, ഞങ്ങൾ നൊഴിഞ്ഞു പോകുന്ന പലതരത്തിലുള്ള തിന്മയുടെ ബന്ധനങ്ങൾ അരൂപികളും വീണ്ടും ഞങ്ങളെ പീഡിപ്പിക്കാൻ, വീണ്ടും ഞങ്ങളെ വീഴ്ത്താൻ വരുമ്പോൾ, ഓ കർത്താവെ, നന്മ ചെയ്തുകൊണ്ട് ചേർത്ത് നിൽക്കാൻ ഒരു പുതിയൊരു അഭിഷേകം ഓ ദൈവമേ ഇപ്പോൾ ഞങ്ങളെ ഹൃദയങ്ങളിലേക്ക് നൽകണമേ എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, അപ്പോസ്തലന്മാരോട് വെളിപ്പെടുത്തിയ വചനത്തിന്റെ അഭിഷേകം ഞങ്ങൾക്കിപ്പോൾ നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ജാഗരൂകതയോടെ നന്മ ചെയ്ത് സാത്താൻ അവസരം കൊടുക്കാതെ വിശ്വാസത്തിൽ ഉറച്ചെന്ന് അവനെ എതിർക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ആരാധന, ആരാധന. പരിശുദ്ധാത്മാവെ സ്പർശിക്കണമേ. ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് വചനം കണ്ടിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെയും സ്പർശിക്കണമേ കർത്താവേ. ഒരു പുതിയ അഭിഷേകം നൽകണമേ, ഒരു പുതിയ തീരുമാനം നൽകണമേ, ഒരു നന്മയുടെ വിത്ത് ഹൃദയത്തിൽ വിതയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന. പരിശുദ്ധാത്മാവെ ആരാധന, 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 ആരാധന. Praise the Lord. Hallelujah. Hallelujah, Maranatha. Come, Lord Jesus. ദിവ്യകാരുണ്യനാഥ, നീയൻ ഹൃദയത്തിൽ വന്നു വസിക്കൂ. സ്നേഹത്തിൻ കതിർമഴ തൂകി ഉള്ളം പാവനമാക്കൂ. ദിവ്യകാരുണ്യനാഥ, നീയൻ ഹൃദയത്തിൽ വന്നു വസിക്കൂ. ആൽത്താരിൽ എഴുന്നള്ളിരിക്കുന്ന പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിലേക്ക് നമ്മുടെ മനസ്സിലെ ഓരോ അവസ്ഥകളും ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഓ ദൈവമേ, ഒരിക്കൽ അവിടുത്തെ പ്രകാശം ആസ്വദിച്ചിട്ട് വീണുപോയ ഒരുപാട് ജീവിതങ്ങളുണ്ട്. യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പാപത്തിന്റെ ബന്ധനങ്ങൾ കർത്താവെ ഞങ്ങളെ വിട്ടുപിരിയാതെ നിൽക്കുന്നുണ്ട്. യേശുവേ, ഈ ആരാധന സമയത്ത് ഞങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. വീണ്ടും വീണ്ടും ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള അന്ധകാര സ്വാധീനങ്ങൾ വിട്ടുപോകാനും, ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, നന്മ ചെയ്തുകൊണ്ട് പിടിച്ചു നിന്ന് സ്വർഗരാജ്യത്തിനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തുറക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. യേശുവേ, ഈ സമയത്ത് പാപം ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന രോഗപീഠകളും പാപം ഞങ്ങൾ വരുത്തിയിരിക്കുന്ന അന്ധകാര പീഠകളും എല്ലാം വിട്ടുപോകട്ടെ. തടസ്സങ്ങളും കെട്ടുകളെല്ലാം വിട്ടുപോകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യ സ്ഥാനത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി അതിരെ തുറന്ന് യേശുവിന്റെ നാമത്തിൽ വിളിച്ചപേക്ഷിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ നാമം ബലിഷ്ഠമായ ഗോപുരമാണ്, വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുമെന്നുള്ള വചനങ്ങളെല്ലാം ഓർമ്മ മനസ്സ് സൂക്ഷിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഓ ദൈവമേ, ഇപ്പോൾ കരങ്ങൾ ഉയർത്തി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. അന്ധകാര പീഡകൾ വിട്ടുമാറി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, പുതിയ കണ്ണികളും തന്ത്രങ്ങളും ഒരുക്കി ദൈവമക്കളെ വീണ്ടും പാപത്തിലേക്ക് നയിക്കാൻ പരിശ്രമിക്കുന്ന സാത്താന്റെ ചതിക്കൊടികൾ ഇപ്പോൾ നിർവീര്യമായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, പാപത്തോട് ചെറുത്ത് നിൽക്കാൻ ശക്തമായ അഭിഷേകം നിറയട്ടെ. നന്മയുടെ ആത്മാവെ പരിശുദ്ധാത്മാവെ ഇപ്പോൾ ആവസിക്കണമേ. രോഗപീഠകളെ ശാസിക്കുന്നു, തടസ്സങ്ങൾ കെട്ട് വിട്ടുമാറി പോകട്ടെ. ശക്തമായ പരിശുദ്ധാത്മാവെ വിട്ടുതൽ വ്യാപരിക്കട്ടെ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവെ, പരിശുദ്ധാത്മാവെ, ആരാധന, ആരാധന. സ്നേഹത്തിൻ കതിർമഴ തൂകി ഉള്ളം പാവനമാക്കൂ. ദിവ്യകാരുണ്യനാഥ, നീയൻ ഹൃദയത്തിൽ വന്നു വസിക്കൂ.
എൻ്റെ പേര് എഗി ജോസഫ്. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. എൻ്റെ സഹോദരൻ സൗദി അറേബ്യയിൽ സ്റ്റോക്കായിട്ട് വളരെ നാളുകളായിട്ട് വെന്റിലേറ്ററിലും ICUയിലും ആയി കഴിയുകയായിരുന്നു.